ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിയർ കുപ്പിയിൽ മിന്നൽ മുരളീനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പടം കാണാത്തിരുന്നെങ്കിൽ പോയി കണ്ടു പോകട്ടോ, നല്ല കിടിലും പടമാണ്. അപ്പോൾ ആ ബിയർ കുപ്പിക്കകത്തുള്ള ആ ഒരു റെഡ് കളറിലെ ആ ഒരു സംഭവം നിങ്ങൾ പറിച്ച് കളയേണ്ട. അതുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കളേഴ്സ് ആവശ്യമുണ്ട്. നമ്മൾ റെഡ്, ബ്ലൂ, പിന്നെ ഗോൾഡൻ കളറ്, അങ്ങനെയുള്ള 2-3 കളേഴ്സാണ് ഇന്നത്തെ ഈ മിന്നൽ മുരളി ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കറിയാം കേട്ടോ, ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേവി ബ്ലൂ കളർ എടുത്ത് ആ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ റെഡ് കളർ സ്റ്റിക്കർ പോലത്തെ ആ സംഭവം ഒട്ടിച്ചതിൻ്റെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ ഈ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ട്രൈ പിക്ക് എനിക്ക് അയച്ചു തരാൻ മറക്കേണ്ട. സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ എന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് കളർ എടുത്ത് ആ ഒരു കുപ്പിയുടെ 2 ഭാഗത്തുമായിട്ട് നമ്മൾ ചെറിയൊരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം കേട്ടോ എങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നതെന്ന്. ആ ഒരു 2 ഭാഗത്തും എന്ന് വെച്ചാൽ ആ കുപ്പിക്കകത്ത് ഒരു റെഡ് കളർ സാധനം ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ഫോയിൽ, റെഡ് കളർ ഫോയിൽ വെച്ചിട്ട് ആ ഒട്ടിച്ചതിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ഏകദേശം സെൻറ്ററിലായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 വശത്തും വന്നിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ ഒട്ടിച്ചേക്കുന്നതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം സെൻറ്ററിൽ വരത്തക്ക വിധത്തിൽ 2 ഭാഗത്തുകൂടി നമ്മൾ ആ ഒരു റെഡ് കളർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ഇതായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ കുപ്പിക്കൊരു കുറച്ചും കൂടെ എന്താ പറയുക രസം തോന്നിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഗോൾഡൻ കളർ എടുത്തിട്ട് ഫൈനായിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്ത് 2 ഗോൾഡൻ ലൈൻസ് നമ്മൾ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഒരു മിന്നൽ മുരളിയുടെ ഫുൾ ഗെറ്റപ്പ് ഒക്കെ വരാൻ വേണ്ടിയാണ്. ഇനി ഫുൾ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ സിനിമ കണ്ടവരാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിനിമ കാണണം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു സിനിമയാണ്. നല്ല എന്താ പറയുക കുറച്ച് ആക്ഷനും കോമഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മളങ്ങനെ 2 സ്ട്രിപ്പുകൾ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ലാഗിങ് വരുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ജനുവരി 15th കഴിഞ്ഞ് 17th കൂടി എൻ്റെ ഒരു എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം 2-3 ആയി ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മറക്കണ്ട. നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ചെയ്യുക. നമ്മളെന്തായാലും വീഡിയോ നിർത്തിപ്പോവില്ല, ഇടാണ്ട് ഇരിക്കത്തില്ല. എന്തായാലും അടുത്തടുത്ത ദിവസങ്ങൾ വീണ്ടും വേറെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണത്. അപ്പോഴേ നമ്മളങ്ങനെ 2 സ്ട്രിപ്പുകൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു 2 സ്ട്രിപ്പ് വരച്ചതിന് ശേഷം ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മിന്നൽ മുരളിയുടെ ലോഗോയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ആ ഒരു ലോഗോ നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് പോലെ നിങ്ങൾ ആ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കി വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് വരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള വേറെ ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ബോട്ടിൽ ആർട്ടും കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ഐഡിയാസും ക്രിസ്മസ് സീരീസും ഒക്കെ നമ്മുടെ ചാനലിൽ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ കൂടി ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഏതെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ ലോഗോ അങ്ങനെ ഏകദേശം വരച്ച് തീരാറായിട്ടോ. ഇപ്പം തന്നെ കുപ്പിയുടെ ലുക്ക് മൊത്തം മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ലൈറ്റ്നിങ്, ഒരു തണ്ടറിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് വരുന്ന പോലെ സിമ്പിൾ താഴെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലെ മാക്സിമം ഫൈനായിട്ടുള്ള ബ്രഷ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം കൈയൊക്കെ വരച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഫൈനായിട്ടുള്ള ബ്രഷ് എടുക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കിഡിലും ബോട്ടിൽ ആർട്ട്. ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കും. ഇഷ്ടപ്പെട്ടത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ കിഡിലും വീഡിയോ കാണാൻ വരെ ഇറ്റ്സ് മീ ഡിനിറ്റ് സൈനിങ് ഓഫ് ഫ്രം ആർട്ട് ഈസ് മൈ പാഷൻ. നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ജീവിതം ആനന്ദകരമായി മുന്നോട്ട് നിൽക്കുക. അപ്പോൾ ടാറ്റ, ബൈ.